യുദ്ധം അവസാനിച്ചിട്ടില്ല, പ്രതിരോധം തുടരും. നിർണായക പ്രഖ്യാപനവുമായി ഇറാൻ. അമേരിക്കയും ഇസ്രായേലും രാജ്യത്തിനുമേൽ അടിച്ചേൽപ്പിച്ച സമീപകാല യുദ്ധങ്ങൾ വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളുടെയും ആവശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് തങ്ങളുടെ പ്രതിരോധ വ്യവസായത്തെ സമഗ്രമായി നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പ്രതിരോധ സായുധ സേന ലോജിസ്റ്റിക്സ് മന്ത്രാലയം ഈ അടുത്തിടെ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ഇക്കാര്യം ശക്തമായി ഊന്നി പറഞ്ഞിരിക്കുന്നു. രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ മേഖലയെ കാലഘട്ടത്തിന് അനുയോജ്യമായി മാറ്റുന്നതിനുമുള്ള നിർണായകമായ ചുവടുവയ്പ്പുകളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സമീപകാലത്തെ സംഘർഷങ്ങൾ ഇറാനിയൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പുതിയ പാഠങ്ങളാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും തങ്ങളുടെ യഥാർത്ഥ കഴിവുകളെ കുറിച്ച് കൂടുതൽ കൃത്യമായ ധാരണ നേരിടുന്നതിനുള്ള വലിയൊരു അവസരമായിരുന്നു എന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയാനും ഭാവിയിലേക്കുള്ള പ്രതിരോധ നയം രൂപപ്പെടുത്താനുമുള്ള പാഠങ്ങളാണ് ഈ യുദ്ധങ്ങൾ നൽകിയത്. ഒരിക്കലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നിർത്താതിരിക്കാനും ഏത് പ്രതിസന്ധിയെയും നേരിടാനും രാജ്യം ഇതിനകം പഠിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ അടുത്തിടെ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധങ്ങളെ ഭൂതകാലത്തിന്റെ അധ്യായങ്ങളായി മാത്രം കണ്ട അനാവശ്യമായ ആശങ്കകളോ ഭയമോ ഇല്ലാതെ ഭാവിയിലേക്ക് മുന്നേറാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പുതിയ കണ്ടെത്തലുകളുടെയും പാഠങ്ങളുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ വ്യവസായത്തെ തുടർച്ചയായി നവീകരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനിയൻ ശാസ്ത്രജ്ഞരും വിദഗ്ധരും വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്ത് വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ശേഷികൾ ശത്രുക്കളുടെ കണക്കുകൂട്ടലുകളെ പൂർണ്ണമായും തകിടം മറിച്ചു. സായുധ സേനയുടെ കരുത്തും ഇറാനിയൻ ജനതയുടെ ഉറച്ച നിലപാടും ശത്രുക്കളുടെ ലക്ഷ്യങ്ങളെ പരാജയപ്പെടുത്തുകയും അവരെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. സൈനികമായി തങ്ങളെ ദുർബലപ്പെടുത്താൻ നോക്കിയ ശക്തികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇതിലൂടെ ഇറാൻ നൽകിയിട്ടുള്ളത്. ദേശീയ സുരക്ഷ ഏറ്റവും വലിയ അടിസ്ഥാനം രാജ്യത്തിന്റെ ഐക്യമാണെന്ന് സമീപകാല യുദ്ധങ്ങൾ ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുണ്ടെന്ന് പ്രസ്താവന ചൂണ്ടിക്കാണിക്കുന്നു. രാജ്യവും സായുധ സേനയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ശക്തമാകുന്നുവോ അത്രത്തോളം ഭീഷണികളെ ഫലപ്രദമായി നേരിടാനും പ്രതിസന്ധികളെ മറികടക്കാനും രാജ്യത്തിന് സാധിക്കും. ഏത് പ്രതികൂല സാഹചര്യത്തിലും ജനങ്ങളും ഭരണകൂടവും സൈന്യവും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് വലിയൊരു പ്രതിരോധ ശക്തിയാണ് രാജ്യത്തിന് നൽകുന്നത്. ഈ ഐക്യബലമാണ് ഇറാന്റെ കരുത്തിന്റെ പ്രധാന രഹസ്യമെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. യുദ്ധകളത്തിലെ അനുഭവങ്ങളെ അറിവായും ആ അറിവിനെ നൂതന സാങ്കേതിക വിദ്യയായും ആ സാങ്കേതിക വിദ്യയെ ഭാവിയിലെ പ്രതിരോധ ശേഷിയായി മാറ്റുക എന്നതാണ് മന്ത്രാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആയത്തുള്ള സയ്യിദ് മുസ്തഫ ഹുസൈനി ഖമേനിയുടെ തന്ത്രപരമായ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരും. സർവശക്തനായ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ഇറാനിയൻ ജനതയുടെ ശക്തമായ പിന്തുണയും രാജ്യത്തെ പുതിയ തലമുറയിലെ ശാസ്ത്രജ്ഞരുടെയും വിദഗ്ധരുടെയും യുവാക്കളുടെയും അർപ്പണബോധവുമാണ് ഈ മുന്നേറ്റത്തിന് പിന്നിലുള്ളത്. യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാന്റെ മേൽ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് മേഖലയിൽ വലിയ സംഘർഷങ്ങളാണ് രൂപപ്പെട്ടത്. എന്നാൽ ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിലും മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിലും കൃത്യമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഇറാൻ ശക്തമായ തിരിച്ചടി നൽകി. തുടർന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി വെടിനിർത്തലുകൾ പ്രാബല്യത്തിൽ വരികയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അമേരിക്കൻ പ്രകോപനങ്ങളെയും ആക്രമണങ്ങളെയും തങ്ങളുടെ സുശക്തമായ പ്രതിരോധ വ്യവസായത്തിലൂടെയും സൈനിക കരുത്തിലൂടെയും ഇറാൻ ഫലപ്രദമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.